ആ മോളെ, മോൾ അറിഞ്ഞായിരുന്നോ? സൂസമ്മയുടെ മോൻ അവനെന്തോ ഏടാകൂടെ ഒപ്പിച്ചെന്ന്. ആണോ? ഇപ്പൊ അവനെ പഠിക്കാനൊന്നും പോകാതെ വീട്ടിലിരുത്തിയിരിക്കുകയാണെന്ന്. അത് നമ്മുടെ കെവിന്റെ കൂടെ വരാറുള്ള ജോബിനല്ലേ? എന്നിട്ട് സൂസമ്മ എന്നെ കണ്ടിട്ട് ഒന്നും പറഞ്ഞില്ല. ഓ, മരുന്നടിച്ച് ബഹളം ഉണ്ടാക്കുന്ന കാര്യം പറഞ്ഞോണ്ട് നടക്കാൻ പറ്റുന്ന കാര്യമാണോ കൊച്ചേ? അനാവശ്യം പറയാതെ ഒന്നും മിണ്ടാതിരുന്നേ. എന്റെ പൊന്നെ, ഞാനൊന്നും പറഞ്ഞില്ല. അവനായി അവന്റെ പാടായി. മച്ചി, ആ കേക്ക് എടുത്ത് അകത്തോണ്ട് വെക്ക്. രാത്രി 12 മണിക്ക് കട്ട് ചെയ്യാനുള്ളതാ. കെവിൻ വരുമ്പോ കാണണ്ട. അതിനെ അവന്റെ ബർത്ത്ഡേ ആണ് ഇന്നെന്ന് അവൻ അറിയാമോ? അതവനൊരു സർപ്രൈസ് ആയിക്കോട്ടെ അമ്മച്ചി. എന്നാ ആയിക്കോട്ടെ. അമ്മച്ചി. അമ്മച്ചി, അമ്മച്ചി. എന്നതാ മോളെ? അമ്മച്ചി, എന്നതാ മോളെ? ഇതാരാ നമ്മുടെ മോന്റെ കൂടെ മുറിയിൽ കിടന്നുറങ്ങുന്നത്? അത് പിന്നെ സൂസമ്മ ടീച്ചറിന്റെ മോനാ, ജോബി. അവൻ ചിലപ്പോഴൊക്കെ ഇവിടെയാ കിടന്നുറങ്ങുന്നേ. എന്നിട്ട് എന്താ എന്നോട് ഇത്രയും നാൾ പറയാത്തത്? അത് പിന്നെ മോളോട് പലതവണ പറയാൻ ഒരുങ്ങിയതാ. പക്ഷേ എന്ത് പക്ഷേ? ഇതെങ്ങാണ് ഞാൻ മോളോട് പറഞ്ഞെന്നറിഞ്ഞ അവൻ ചത്തു കളയുമെന്നാ എന്നോട് പറഞ്ഞത്. മോളെ, കരഞ്ഞിട്ട് നിലവിളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. അവനില്ല എന്നുള്ള കാരണം കൊണ്ട് മോള് കൊഞ്ചിച്ചതാ അവൻ ഇത്രയും വഷളാവാൻ കാരണം. എന്റെ പൊന്നു മോള് സമാധാനപ്പെടുക. കർത്താവ് എന്തെങ്കിലും ഒരു വഴി നമുക്ക് കാണിച്ചു തരും. കരയാതെ മോളെ. കരയാതെ മോളെ. അയ്യോ, എടാ ജോബിനെ, നിന്നെ ഇനിയെങ്കിലും നന്നാക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഹലോ. എടാ ജോബിനെ, നീ എവിടാ? എടാ കുഴപ്പമായടാ. എന്തു കുഴപ്പം? എടാ നിന്റെ മമ്മിയെല്ലാം അറിഞ്ഞ്. എടാ നമ്മൾ ഇന്നലെ ഓവർഡോസ് ആയി പോയില്ലേ? അത് നിന്റെ മമ്മി നമ്മുടെ റൂമിൽ വന്ന് കണ്ട്. അപ്പൊ തന്നെ എന്റെ മമ്മിയെ വിളിച്ചു പറഞ്ഞു. അതിന് എന്റെ മമ്മി എന്റെ റൂമിൽ വരാത്തതാണല്ലോ. എടാ ബർത്ത്ഡേ അല്ലായിരുന്നോ?
കേക്ക് കെട്ടി ഞാൻ റൂമിൽ വിളിക്കാൻ വന്നതാ. എടാ നീ ഇപ്പൊ എവിടെയാ? എടാ ഞാൻ വീട്ടിലാടാ. ആകെപ്പാടെ കുരുങ്ങിയിരിക്കുന്ന അവസ്ഥയില. ഇവിടെ ധ്യാനത്തിനോ കൗൺസിലിങ്ങിനോ കൊണ്ടുപോകാനിരിക്കുക. എടാ രക്ഷപ്പെടാൻ ഒരു വഴി പറഞ്ഞ. എടാ കെവിനെ, ഇനി മേല നീ എന്റെ മോനെ വിളിക്കുകയോ പറയുകയോ ചെയ്യരുത്. ചെയ്തോ ഇതോടെ എല്ലാം നിർത്തിക്കോണം. വാടാ ഇങ്ങോട്ട്. ഹലോ ശിവണ്ണ, അണ്ണ എവിടെ അണ്ണാ? காசு இருந்தா வாடா, இல்லன்னா போடா. അണ്ണാ കുറച്ചെങ്കിലും താണ്ണ, നാളെ ഞാൻ പണം മുഴുവൻ എത്തിക്കാണ്ണ. என்னடா சொன்னா புரியாதா? காசு கொண்டு வாடா, இல்லன்னா மருந்தும் கிடையாது மண்ணாங்கட்டையும் கிடையாது. ஹம், வச்சுட்டு போடா புறம்போக்கு. മകൻ പറഞ്ഞു, പിതാവേ, നിന്റെ മുമ്പിലും സ്വർഗത്തിനെതിരായും ഞാൻ പാപം ചെയ്തു. നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ യോഗ്യനല്ല. ഇവന്റെ കയ്യിൽ മോതിരവും കാലിൽ ചെരുപ്പും അണിയിക്കരുത്. ഹാപ്പി ബർത്ത്ഡേ മോനെ. നിങ്ങൾ ഇന്നലെ എന്റെ മുറിയിൽ നിന്ന് എടുത്തോണ്ട് പോയ മരുന്നുകൾ എവിടെ? എനിക്കത് വേണം. മോൻ വാ, ഇരിക്കും. ഞാൻ ഇവിടെ ഇരിക്കാൻ വന്നതൊന്നും അല്ല. മോന്റെ അമ്മയല്ലേ പറയുന്നത്, ഇവിടെ ഇരിക്കും. എന്നെ ടെൻഷൻ അടിപ്പിക്കാൻ സാധനം തരുന്നുണ്ടോ? ഞാനത് നശിപ്പിച്ചു. എനിക്കത് ഇപ്പൊ കിട്ടിയേ തീരൂ. അത് ഞാൻ കളഞ്ഞൊന്ന് പറഞ്ഞില്ലേ? എടുക്ക്, കാശെടുക്ക്. എനിക്കതില്ലാതെ പറ്റില്ല, എനിക്കതില്ലാതെ പറ്റത്തില്ല. മോനെ, എന്താ ഈ കാണിക്കുന്നത്? വിട്. കുറച്ച് ദിവസങ്ങളായി ഈ വീട്ടിൽ ഉറങ്ങാൻ മാത്രമേ നീ വരുന്നുള്ളൂ എന്ന് എനിക്കറിയാം. നിനക്ക് എന്താ മോനെ പറ്റിയത്? കോളേജിലേക്കെന്ന് പറഞ്ഞ് ഇറങ്ങുന്നു, അലഞ്ഞു തിരിഞ്ഞിട്ട് അർദ്ധരാത്രിക്ക് വന്ന് കേറുന്നു. പറ മോനെ, എന്താ എന്താ ഇതിന്റെയൊക്കെ അർത്ഥം? ഇനി ഞാൻ നിന്നെ അതിനനുവദിക്കില്ല. മോനെ, കഴിഞ്ഞതെല്ലാം പോട്ടെ. ഇനി നീ ഒരു തെറ്റും ചെയ്യരുത്. ഈ അമ്മയ്ക്ക് നീ വാക്ക് തരണം. എനിക്കൊന്നും കേൾക്കണ്ട, മര്യാദയ്ക്ക് എന്റെ പൈസ കിട്ടണം. നിർത്തടാ. വാ ഇവിടെ. ഇത് നിന്റെ അച്ഛൻ എനിക്ക് ചാർത്തിയ താലിയാണ്. ഇതെന്റെ ജീവിതമാണ്. ഇതിൽ തൊട്ട് സത്യം ചെയ്യണം, ഇനി ഇതൊന്നും ആവർത്തിക്കില്ല എന്ന്. മോനെ, നിന്റെ നന്മയ്ക്ക് വേണ്ടിയാടാ പറയുന്നത്. നിന്റെ ഡാഡിയുടെ ആത്മാവിന് വേദനിക്കുന്നതൊന്നും ഇനി ചെയ്യില്ല എന്ന് നീ സത്യം ചെയ്യും. என்ன தம்பி, பெரிய குத்தி வைப்பா. பணம் கிடைச்சாச்சா? അണ്ണാ പണം കിട്ടിയില്ലണ്ണാ. பணம் இல்லையா? പിന്നെ എതുക്കടാ ഇങ്ങ വന്ന? അണ്ണാ ഒരു സ്വർണ്ണമാല ഉണ്ടണ്ണാ.
ഒറിജിനൽ സ്വർണ്ണം അണ്ണാ. ഇതാ സീക്രം പോയിடு അണ്ണാ ബാക്കി കാശ് അണ്ണാ. என்னடா பாக்கி காசு ஓட வச்சிட்டு അണ്ണാ ബാക്കി കാശ് അണ്ണാ. என்னடா பைசா അണ്ണാ പൈസ ബാക്കി താണ. என்னடா பைசா അണ്ണാ ബാക്കി ஓடா അണ്ണാ ബാക്കി പൈസ അണ്ണാ. ஓடா நாயே അണ്ണാ എന്റെ മാല താണ. അണ്ണാ மாலையும் இல்ல மண்ணாங்கட்டையும் இல்ல മാല താണ. மாலை இல்லடா எடா சொன்ன புரியாதடா நாயே മാല താണ. അണ്ണാ ഡോക്ടർ, എന്റെ മകൻ കുഴപ്പമൊന്നുമില്ല, പോയി കണ്ടോളൂ. മോനെ, എന്ത് പറ്റി നിനക്ക്? കണ്ണു തുറക്ക് നീ. എന്താ നിനക്ക്? അതെ, ഇവിടെ കിടന്ന് കരഞ്ഞ് ബഹളം വെക്കരുത്. May I come in, sir? യെസ്, കം ഇൻ. ടേക്ക് യുവർ സീറ്റ്. Thank you. എന്താ സർ? കെവിൻ എന്നൊരു പേഷ്യന്റിനെ ഇവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. കേസിനെ പറ്റി ചില കാര്യങ്ങൾ അന്വേഷിക്കാനാണ് ഞാൻ വന്നത്. റൂം നമ്പർ എത്രയാണ്? അത് 201. ഓക്കെ, താങ്ക് യു. ടീച്ചർ വിഷമിക്കണ്ട, ജോബിൻ തിരിച്ചു വരും. ഞാനും പ്രാർത്ഥിക്കാം. എന്നാലും അവൻ എവിടെ പോയതായിരിക്കും? എവിടെ പോയാലും അവൻ തിരിച്ചു വരും. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. കേസിന്റെ ചില കാര്യങ്ങൾ മോനോട് ചോദിച്ചറിയാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അവൻ ഇപ്പൊ ഒന്ന് ഉറങ്ങിയതേ ഉള്ളൂ. ഇഞ്ചക്ഷൻ കൊടുത്തിട്ടാ ഉറങ്ങിയത്. ഞാൻ ഡോക്ടറോട് അനുവാദം ചോദിച്ചിട്ടാണ് വന്നത്. എനിക്ക് എന്റെ മോന്റെ ജീവൻ തിരിച്ചു കിട്ടി. എനിക്കിനി മറ്റൊന്നും വേണ്ട. കേസും നടപടിക്കും ഒന്നും വയ്യ. ആരോ ചിലർ അവൻ ഇവിടെ എത്തിച്ചത് കൊണ്ട് അവന്റെ ജീവൻ തിരിച്ചു കിട്ടി. ടീച്ചർക്ക് പറയാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. എന്താ സംഭവിച്ചത്, പറയൂ. എനിക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് പണത്തിന്റെ ആവശ്യമുണ്ടായിരുന്നു. ഞാൻ തന്നെയാണ് എന്റെ മാല അവന്റെ കയ്യിൽ പണയം വെക്കാൻ കൊടുത്തു വിട്ടത്. പോകുന്ന വഴിക്ക് ഒരു അത്യാഹിതം സംഭവിച്ചു. അപ്പോ മാല പണയാൻ വെക്കാൻ പോകുന്ന പോക്കിൽ അജ്ഞാതർ ആക്രമിച്ചു. അപ്പൊ മാല നഷ്ടപ്പെട്ടില്ല, ആർക്കും വിഷമമില്ല, പരാതിയില്ല, കേസും വേണ്ട. ഓക്കെ, അത് ഞാനങ്ങ് വിശ്വസിച്ചു. സാറിന് കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് എനിക്കറിയാം. പക്ഷെ എനിക്ക് എന്റെ കുഞ്ഞിന്റെ ഭാവിയാണ് വലുത്. പ്ലീസ്, CI രാംകുമാറായല്ല, 8 വർഷങ്ങൾക്ക് മുമ്പ് സ്വന്തം ഭാര്യയുടെ ജീവൻ രക്ഷിക്കാനായി അപകടത്തിൽ മരണപ്പെട്ട എന്റെ ഭർത്താവിന്റെ ഹൃദയത്തിനായി യാചിച്ചു വന്ന വെറും രാംകുമാറായി ചിന്തിക്കും. എന്റെ കുഞ്ഞിനെ എനിക്ക് തിരിച്ചു വേണം. പ്ലീസ്, ഞാൻ സാറിന്റെ കാല് പിടിക്കാം. ടീച്ചറെ എനിക്ക് നന്നായിട്ടറിയാം. പക്ഷേ മകൻ ഇനി ഇത് ആവർത്തിച്ചാൽ പ്രതിയെ ഞങ്ങൾ അകത്താക്കിയിട്ടുണ്ട്. നാർക്കോട്ടിക് ചാർജ് തന്നെ ധാരാളം. അവനെ സർക്കാർ നോക്കിക്കോളും. ചന്ദ്ര,
ദാ ടീച്ചറിന്റെ മാല. അയ്യോ, എന്റെ കർത്താവേ, മോനെ പതുക്കെ. കർത്താവി, എന്നോട് പൊറുക്കണേ. ദൂരത്തെ പുത്രനെ പോലെ അലഞ്ഞു ഞാൻ അടങ്ങി വന്നിരിക്കുന്നു. ഇനി ഒരിക്കലും ഒരു തിരിച്ചുപോക്കുണ്ടാവില്ല. എന്നെ അനുഗ്രഹിക്കണേ.